അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ ആൽഫ്രെഡോ പാസ്തൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള കൂട്ട് തയ്യാറാക്കാം. ഇതിനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് അല്പം ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കുക. 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാസ്ത വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം. ഞാനിവിടെ 2 കപ്പ് പാസ്തയാണ് ഉപയോഗിക്കുന്നത്. മാക്രോണി പാസ്തയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് തരത്തിലുള്ള പാസ്തയും ഉപയോഗിക്കാം. ഞാൻ ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി വെള്ളം തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. പാസ്ത ചേർത്ത് കൊടുത്താൽ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു പാൻ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പീസ് ബട്ടർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ബട്ടർ ഇടുമ്പോൾ അത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ നന്നായി മെൽട്ടായി വന്നാൽ ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഓരോരോ പീസുകളായിട്ട് വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ചിക്കൻ തിരിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തിട്ട് എടുക്കണേ. ചിക്കൻ നന്നായി ഫ്രൈ ചെയ്ത് വന്നാൽ ഇനി ചിക്കൻ മാറ്റി വെക്കാം. ഇനി ഇതേ ഓയിലിലേക്ക് നമുക്ക് 1 പീസ് ബട്ടർ കൂടി ചേർക്കാവുന്നതാണ്. ബട്ടർ മെൽട്ടായിട്ട് വന്നാൽ ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക.
വെളുത്തുള്ളി നന്നായി മൊരിഞ്ഞു വന്നാൽ ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ച് മാറ്റിവെക്കുക. ശ്രദ്ധിക്കുക, ഫ്ലെയിം എപ്പോഴും ചെറിയ തീയിലായിരിക്കണം. ഇനി ഇതിലേക്ക് അല്പം ഒറിഗാനോ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം പെപ്പർ പൗഡർ കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 3 or 4 നിങ്ങൾക്ക് ആവശ്യത്തിൽ അധികമുള്ള ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്ലൈസ് ചീസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചീസും ഉപയോഗിക്കാവുന്നതാണ്. മൊസറല്ല ചീസ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം അതിന് ചെറിയൊരു പുളിപ്പുണ്ടാകും. പാൻ അടച്ചു വെച്ച് ചീസ് മെൽട്ടാവുന്നത് വരെ വെയിറ്റ് ചെയ്ത് ചീസ് മെൽട്ടായതിനു ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ആൽഫ്രെഡോ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസാക്കിയിട്ട് ഗാർണിഷ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഈസി റെസിപ്പി ആയിട്ടുള്ള ആൽഫ്രെഡോ ചിക്കൻ പാസ്ത? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള പാസ്തയാണ്. വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാസ്തയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.